കാലത്തെ മികച്ച ഗായകമാരിൽ ഒരാളാണ് എം.ജി. ശ്രീകുമാർ. വ്യത്യസ്തമായ ഗാനങ്ങളിലൂടെയായി പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറാൻ അദ്ദേഹത്തിന് അധികം കാലതാമസം വേണ്ടി വന്നില്ല. സംഗീത കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ പിന്നണി ഗാനരംഗത്തേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളത്തിന്റെ പ്രിയ ഗായകന്റെ 67ാം പിറന്നാൾ ആഘോഷിച്ചത്. ഈ വേളയിൽ ആഘോഷങ്ങൾക്കൊപ്പം പ്രിയപ്പെട്ടവന് പിറന്നാൾ ആശംസകളുമായി എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ നല്ല പാതി ലേഖ ശ്രീകുമാർ. വാക്കുകളെ മനോഹരമായ ഈണങ്ങളായും നിമിഷങ്ങളെ മായാജാലങ്ങളായും മാറ്റുന്നവന് ജന്മദിനാശംസകൾ. പാടുന്നത് തുടരുക, തിളങ്ങുക. ഓരോ വർഷം കഴിയുമ്പോഴും നിങ്ങളുടെ കല ഇനിയും വളരട്ടെ ശ്രീകുട്ട എന്നാണ് ജന്മദിനത്തിൽ ലേഖ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. പിന്നാലെ നിരവധി പേരാണ് അദ്ദേഹത്തിന് ആശംസകളുമായി എത്തിയത്. 67 വയസ്സായി എന്ന് കണ്ടാൽ പറയില്ല. രണ്ടുപേരും നല്ല ജോഡികളാണ്. എന്താണ് നിങ്ങളുടെ സൗന്ദര്യ രഹസ്യം എന്ന് തുടങ്ങി നിരവധി കമന്റുകൾ വരുന്നുണ്ട്. 2000-ലാണ് എം.ജി. ശ്രീകുമാറും ലേഖയും വിവാഹിതരാകുന്നത്. ഏറെ വർഷങ്ങളായി ലിവിംഗ് റിലേഷനിൽ ആയിരുന്ന ശേഷമായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. തന്റെ എല്ലാ ജന്മദിനത്തിലും എം.ജി. ശ്രീകുമാർ പതിവായി അമ്പലത്തിൽ പോകാറുണ്ട്. ഇത്തവണയും പതിവ് തെറ്റിക്കാതെ താനും ഭാര്യയും ഏറെ ഇഷ്ടപ്പെടുന്ന ഗുരുവായൂരപ്പനെ കാണാൻ എം.ജിയും ഭാര്യയും എത്തിയിരുന്നു. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ക്യാപ്ഷനോടെ ചിത്രവും പങ്കിട്ടു. ഗുരുവായൂർ അമ്പലം എം.ജി. ശ്രീകുമാറിന് ഏറെ വിശ്വാസമുള്ള ക്ഷേത്രമാണ്. മാസത്തിൽ 2 പ്രാവശ്യം ഗുരുവായൂരപ്പനെ കാണാനായി പോവാറുണ്ടെന്നാണ് അദ്ദേഹം അടുത്തിടെയും പറഞ്ഞത്. കൃഷ്ണന്റെ അനുഗ്രഹം ജീവിതത്തിൽ ശരിക്കും അനുഭവിച്ചവരാണ് ഞങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗുരുവായൂരിൽ ഒരു വില്ല വാങ്ങിയത് കണ്ണന്റെ അനുഗ്രഹത്തിലൂടെയാണ്. ചെന്നൈയിലുണ്ടായിരുന്ന ഒരു ഫ്ളാറ്റ് വിൽക്കാനായി വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. പരസ്യങ്ങളൊക്കെ കൊടുത്തെങ്കിലും വാങ്ങാനായി ആരും വന്നിരുന്നില്ല. ഗുരുവായൂരിൽ തൊഴാൻ വന്നപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു വീടോ ഫ്ളാറ്റോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ഇക്കാര്യവും മനസ്സിലുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങുന്നതിനിടയിലാണ് ചെന്നൈയിലെ ഫ്ളാറ്റിനെ കുറിച്ച് ചോദിച്ചൊരാൾ വിളിച്ചത്. ആ കച്ചവടം നടക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി മലയാള സിനിമ പിന്നണി ഗാനരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗായകനാണ് എം.ജി. ശ്രീകുമാർ. സംഗീതജ്ഞനായിരുന്ന മലബാർ ഗോപാലൻ നായരുടെയും ഹരികഥാ കലാകാരിയായിരുന്ന കമലാക്ഷി അമ്മയുടെയും മകനായി 1957 മെയ് 25-നാണ് എം.ജി. ശ്രീകുമാർ ജനിക്കുന്നത്. ശ്രീകുമാറിനെ സംബന്ധിച്ച് സംഗീതം അപ്രാപ്യമായ ഒന്നായിരുന്നില്ല. സഹോദരൻ എം.ജി. രാധാകൃഷ്ണന്റെ കൂടെ കച്ചേരികൾ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ശ്രീകുമാർ സംഗീതത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. ചേർത്തല ഗോപാലൻ നായരുടെയും കീഴിൽ നെയ്യാറ്റിൻകര വാസുദേവന്റെ കീഴിലും സംഗീതം അഭ്യസിച്ചിട്ടുണ്ടെങ്കിലും ഗുരുജ്യേഷ്ഠനായ എം.ജി. രാധാകൃഷ്ണൻ തന്നെയായിരുന്നു. തെന്നിന്ത്യയിലെ എല്ലാ ഭാഷകളിലും ഹിന്ദിയിലും നിന്നുമായി ഏകദേശം 35,000-ഓളം ഗാനങ്ങൾ ഇതിനോടകം എം.ജി. ശ്രീകുമാർ പാടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 1983-ൽ കൂലി എന്ന ചിത്രത്തിൽ പാടിക്കൊണ്ട് പിന്നണി ഗായകനായി തുടങ്ങിയ എം.ജി. പിന്നീട് മലയാളത്തിലെ അറിയപ്പെടുന്ന ഗായകനായി മാറി. 2 തവണ നാഷണൽ അവാർഡും നേടി. 3 തവണ കേരള സംസ്ഥാന അവാർഡിനും എം.ജി. ശ്രീകുമാർ അർഹനായി. എം.ജിയുടെ ഫാസ്റ്റ് നമ്പർ ഗാനങ്ങൾ കേൾക്കാൻ പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ്. മോഹൻലാലിന്റെ ശബ്ദത്തിന്റെ സാമ്യമുള്ള ഒരു ശബ്ദമായതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ ഒരുപാട് സിനിമകളിൽ എം.ജി. ശ്രീകുമാർ പാടിയിട്ടുണ്ട്.